ഇന്ന് നടന്ന കാര്യങ്ങൾ, അതായത് പ്രതിപക്ഷം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് അജണ്ട ശബരിമല തന്നെയാണെന്നൊരു പ്രഖ്യാപനമാണ് ഈ തുടർച്ചയായ സമര നീക്കത്തിലൂടെ അവർ നടത്തുന്നത്. ശബരിമല മാത്രമാണ്. പ്ലക്കാർഡുകളിലും ബാനറുകളിലും മുദ്രാവാക്യങ്ങളിലും അവരുടെ പരസ്യ നീക്കങ്ങളിലുമെല്ലാം ശബരിമലയാണ്. അതിനപ്പുറമുള്ള മറ്റു വിഷയങ്ങൾ വരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു സ്ട്രാറ്റജി ഇവർ സ്വീകരിക്കുന്നത് എന്നൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ പുറത്തിറങ്ങി വന്ന ഭരണപക്ഷാംഗങ്ങളും വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ആ ഒരു നീക്കത്തിനെതിരെയാണ്. ചുരുക്കത്തിൽ ഈ ശബരിമല എന്ന ഒറ്റ സ്ട്രാറ്റജിയിൽ അടുത്ത ദിവസം കേരളയാത്ര ആരംഭിക്കുകയാണ് വി ഡി സതീശൻ്റെ. അപ്പോൾ ശബരിമല തന്നെ ഫോക്കസ് ചെയ്താണോ പ്രതിപക്ഷം സഭയ്ക്ക് പുറത്തേക്കും ഇനി ഇറങ്ങാൻ പോകുന്നത്? തീർച്ചയായിട്ടും ശബരിമല തന്നെ പ്രധാനപ്പെട്ട വിഷയമാക്കി മാറ്റാനാണ് പ്രതിപക്ഷത്തിൻ്റെ ശ്രമം. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളൊരു പ്രതിരോധമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നമ്മോടൊപ്പം മുൻ ദേവസ്വം മന്ത്രി കൂടിയ കടകംപള്ളി സുരേന്ദ്രൻ ചേരുന്നുണ്ട്. പ്രതിപക്ഷം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശബരിമല തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രചരണ വിഷയമാക്കി മാറ്റുമെന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നീക്കം നടത്തുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെ നടത്തിയ നിരീക്ഷണങ്ങളും ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങളും പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ടല്ലോ. ഈ നടന്ന കവർച്ചയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അന്വേഷണം ശരിയായിട്ടുള്ള ദിശയിലാണ് നീങ്ങുന്നതെന്നും അന്വേഷണം ഹൈക്കോടതി നേരിട്ട് നടത്തുകയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ പൂർണ്ണ തൃപ്തിയൊക്കെ ഹൈക്കോടതി പ്രകടിപ്പിച്ചൊരു പശ്ചാത്തലത്തിൽ ഒരു പുകമറ പരത്തി തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നത്. പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല. എല്ലാ ദിവസവും ചർച്ചയ്ക്ക് സന്നദ്ധത ഭരണപക്ഷം പറയുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല. ചർച്ചയ്ക്ക് തയ്യാറായാൽ പൂച്ചു പുറത്താകുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അതുകൊണ്ടാണ് അവർ ചർച്ചയ്ക്ക് തയ്യാറാകാത്തത്. നമ്മുടെ പൊതുസമൂഹം, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, അവരിത് മനസ്സിലാക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ നേട്ടമുണ്ടായി ഈ വിഷയമെന്നാണ് അവർ പൊതുവെ വിലയിരുത്തുന്നത്. ഇടതുപക്ഷ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ ഒരു പരീക്ഷിച്ച് വിജയിച്ച ഒരു ആയുധം അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരികയാണെന്ന് കരുതുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണല്ലോ കാര്യങ്ങളെല്ലാം പുറത്തു വന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും പുറത്തു വന്നത്. അതിനുശേഷമുള്ള സാഹചര്യത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടായി. നിങ്ങൾക്ക് ആ സംശയമൊക്കെ മാറിക്കാണും? എല്ലാ സംശയങ്ങളും മാറിയിട്ടുണ്ട്. ആരാണ് കൊണ്ടുവന്നതെന്നും ആരാണ് കയറ്റിയതെന്നും ആരാണ് ഇറക്കിയതെന്നും ആരൊക്കെയാണ് എവിടെയെല്ലാം എത്തിയതെന്നുള്ള കാര്യമെല്ലാം ഇന്നിപ്പോൾ ആമലകീയ ഫലം പോലെ രാജ്യത്തിലെ ജനങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ ജനങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് CPM-ൻ്റെ നിലപാട്. ഇതുതന്നെയാണ് നമ്മുടെ മുൻ ദേവസ്വം മന്ത്രി കൂടിയ കടകംപള്ളി സുരേന്ദ്രനും വിശദീകരിച്ചത്. ശബരിമല ജനങ്ങൾക്കുള്ള ആശങ്ക, അവരുടെ തെറ്റിദ്ധാരണയൊക്കെ മാറിയിട്ടുണ്ട്. പ്രതിപക്ഷം പക്ഷേ ഇപ്പോഴും ആ വിഷയത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. ഹൈക്കോടതിയിൽ നിന്ന് പരാമർശങ്ങളിൽ നിന്ന് സഭയിൽ സംസാരിച്ച മന്ത്രിമാർ, പ്രത്യേകിച്ച് MP രാജ് അടക്കമുള്ളവർ വളരെ കൃത്യമായി തന്നെ പൂർണ്ണമായും അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്ന നടപടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തുണ്ടായത്. പ്രതിപക്ഷത്തിൻ്റെ സമരം സ്വാഭാവികമായും ഡിവിഷൻ ബെഞ്ചിനെതിരെയാണ് എന്നൊരു പരിപ്രശ്യമാണ് ഭരണപക്ഷം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കോടതിക്ക് ഈ അന്വേഷണത്തിൽ സംശയമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകളോ ഇല്ല. വളരെ കൃത്യമായി സർക്കാർ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ എടുക്കുന്ന നിലപാടുകളെ കോടതി സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് എന്തുകൊണ്ട് ഇത്തരമൊരു സമരമെന്നാണ് ചോദിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വിഷയം വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നു. അതിനുശേഷം വസ്തുത ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ വിഷയം ഒരു പുകമറയായി നിലനിർത്താനുള്ള ശ്രമമാണ് പ്രതിപക്ഷത്തിൻ്റെ. അത് വിജയിക്കില്ല എന്ന പ്രതീക്ഷയാണ് CPM കേന്ദ്രങ്ങൾ, ഇടത് കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. സജിത്ത്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.